ഹലോ എവരിവൺ, വെൽക്കം ടു ഗെറ്റ് മൈ വിൽഷോ പവർഡ് ബൈ ഫീൽ ഇൻഫെക്റ്റഡ് മീഡിയ. ഇന്ന് നമ്മളത് കാലിക്കറ്റ് ഗേവിയ ഹുണ്ടായിലാണ്. ഇന്നായിരുന്നു കാലിക്കറ്റിലെ ഏറ്റവും പുതിയ അൽക്കസാറിൻ്റെ ലോഞ്ചും കാര്യങ്ങളും നമ്മളായിരുന്നു ലോഞ്ച് ചെയ്തത്. സോ നമ്മൾ ഈ വാഹനത്തിലേക്ക് വന്നിട്ടുള്ള പ്രത്യേകതകളും കാര്യങ്ങളും മറ്റു വീഡിയോസും കാര്യങ്ങളും നിങ്ങൾ കണ്ടിട്ടുണ്ടാകും. എന്നാൽ അതിലൊന്നും പെടാത്ത കുറച്ച് കാര്യങ്ങളും എല്ലാം ഒന്ന് പറയാൻ വേണ്ടി, ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയുള്ള ചെറിയൊരു വീഡിയോ ആണ്. ഫ്രണ്ടിലേക്ക് വരുന്ന സമയത്ത് പ്രധാനമായിട്ടുള്ള മാറ്റങ്ങൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ ക്രെറ്റയുടെ എക്സാക്ട് ഫ്രണ്ടാണ് എന്ന് നിങ്ങൾക്ക് തോന്നും. പക്ഷേ കാര്യമായിട്ടുള്ള ഡിഫറൻസ് ഉണ്ട്. ഫോർ എക്സാമ്പിൾ, ആദ്യം തന്നെ ഈ DRL ഹൊറൈസൺ LED DRLs കാണുന്ന സമയത്ത് എക്സാക്ട് ക്രെറ്റയുടെ തന്നെയാണെന്ന് വിചാരിക്കും. പക്ഷേ ക്രെറ്റയ്ക്ക് വന്നിരിക്കുന്ന സ്ട്രൈപ്സ് എന്ന് പറയുന്നത് അത് വെർട്ടിക്കലാണ്. എന്നാൽ ഇതിൽ ഹൊറിസോണ്ടലായിട്ടുള്ള സ്ട്രൈപ്സാണ് ഈ DRL ആയിട്ട് വന്നിട്ടുള്ളത്. അതുപോലെ ഇതിൻ്റെ നമ്മളെ ഫ്രണ്ടിലെ ഗ്രില്ലിൻ്റെ പോർഷനിലേക്ക് ശ്രദ്ധിക്കുന്ന സമയത്ത് അവിടെയും ക്രെറ്റയായിട്ട് കാര്യമായിട്ടുള്ള ഡിഫറൻസും കാര്യങ്ങളും വന്നിട്ടുണ്ട്. ആൽക്കസാർ ആണെങ്കിൽ കൂടി ക്രെറ്റയുടെ സിമിലർ ആയിട്ടുള്ള ഫ്രണ്ടും കാര്യങ്ങളാണെങ്കിൽ കൂടി കൃത്യമായ ഡിഫറൻസ് വെക്കാൻ ഇവർ എപ്പോഴും ശ്രമിച്ചിട്ടുണ്ട്. എന്തായാലും ഇനി സൈഡ് പ്രൊഫൈലിലേക്ക് വരുന്ന സമയത്ത് ആൽക്കസാറിന് സ്പെസിഫിക് ആയിട്ടുള്ള കുറച്ചുകൂടി ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ക്രെറ്റനെ കമ്പയർ ചെയ്യുന്ന സമയത്ത് കുറച്ചുകൂടി അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു 18 ഇഞ്ച് വീൽസും കാര്യങ്ങളും ഈ വാഹനത്തിന് വന്നിട്ടുണ്ട്. ഈ ഒരു റൂഫ് റെയിൽസും കാര്യങ്ങളും വന്നിട്ടുണ്ട്. അത് ഫങ്ഷണലാണെന്നൊക്കെയാണ് പറയുന്നത്. എന്തായാലും ഇതിൽ കുറച്ച് വിയേർഡ് ആയിട്ടുള്ളൊരു ഡിസൈൻ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നതായിരിക്കും. അതിന് സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള എന്ന് വെച്ചാൽ ഒരു 60 mm മറ്റോ ഹൈറ്റ് ഡിഫറൻസ് വാഹനത്തിന് വന്നിട്ടുണ്ട്. അതുപോലെ ലെങ്ത്തിലും നേരിയ ഡിഫറൻസ് വന്നിട്ടുണ്ട്. നമുക്ക് എന്തായാലും ഇൻറ്റീരിയറിലേക്ക് കയറാം. ഇൻറ്റീരിയറിലേക്ക് വരുന്ന സമയത്ത് ഏറ്റവും പുതിയ ജനറേഷൻ ഓഫ് ക്രെറ്റ വന്ന സമയത്ത് കുറച്ച് പേർക്കെങ്കിലും, എനിക്കൊക്കെ പേഴ്സണലി കുറച്ചൊരു മടി തോന്നിയതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ഇൻറ്റീരിയേഴ്സ് എന്ന് വെച്ചാൽ വൈറ്റ് ആൻഡ് ഗ്രേൻ്റെ ഒരു കോമ്പിനേഷനിലാണ് വന്നിരുന്നത്. എന്നാൽ ഏറ്റവും പുതിയ അൽക്കസാറിൻ്റെ ഇൻറ്റീരിയർ വന്നിരിക്കുന്നത് ഒരു ഡാർക്ക് ബ്ലൂ ആൻഡ് ടാനിൻ്റെ കോമ്പിനേഷനിലാണ് വന്നിരിക്കുന്നത്. സത്യം പറയുകയാണെങ്കിൽ ഈ ഇൻറ്റീരിയറിൻ്റെ ഒരു ഭംഗി ശരിക്കും ഇപ്പോൾ മനസ്സിലാവുമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു കളർ പാറ്റേണിലാണ് സത്യം പറഞ്ഞാൽ അത്യാവശ്യം നല്ല റിച്ച് ലുക്ക് ഇപ്പോൾ ഇതിന് നൽകുന്നുണ്ട് എന്നുള്ളതാണ്. പിന്നെ ഈ വാഹനത്തിൽ മുൻപ് ഉണ്ടാകാതിരുന്ന അല്ലെങ്കിൽ ഇല്ലാതിരുന്ന ഒരു ഫീച്ചർ അല്ലെങ്കിൽ മിസ്സിംഗ് ആയിട്ടുള്ളൊരു മേജർ ഫീച്ചർ എന്ന് പറയുന്നത് ഇതിന് ഇലക്ട്രിക് അഡ്ജസ്റ്റ്മെൻറ്റ് സീറ്റ്സിൽ വന്നിട്ടുണ്ടായിരുന്നെങ്കിൽ കൂടി ഇതിനകത്ത് സീറ്റ് മെമ്മറി ഫങ്ഷൻസ് വന്നിട്ടുണ്ടായിരുന്നില്ല. അത് മേജറായിട്ടൊരു അപ്ഡേറ്റ് ആണ് ഈ വാഹനത്തിൽ വന്നിട്ടുണ്ട്. ആൻഡ് ഓഫ് കോഴ്സ് ഇതിനകത്ത് ഡ്യുവൽ സോൺ ക്ലൈമറ്റ് കൺട്രോൾ വന്നിട്ടുണ്ട്. നമുക്ക് ക്രെറ്റയിൽ സിമിലർ ആയിട്ടുള്ള പോലത്തെ ഡ്യുവൽ സോൺ ക്ലൈമറ്റ് കൺട്രോൾ വന്നിട്ടുണ്ട്. പാഡിൽ ഷിഫ്റ്റേഴ്സ്, പുതിയ സ്റ്റിയറിംഗ് വീല് അടക്കമുള്ള എല്ലാ ഫീച്ചേഴ്സും ക്രെറ്റയ്ക്ക് സിമിലറായിട്ട് വന്നിട്ടുണ്ട്. പക്ഷേ സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള ഏറ്റവും പ്രധാനമായിട്ടുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത് ഈ ഇൻറ്റീരിയർ കളർ സ്കീമിൽ വന്നിരിക്കുന്ന ഒരു ഡിഫറൻസ് ആണ്. അത് അപ്രീഷിയേറ്റ് ചെയ്യാണ്ടിരിക്കാൻ വയ്യ. എന്തായാലും ഭയങ്കര രസമായിട്ടുണ്ട്. ഇനി അടുത്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ സൈഡിൽ നിന്ന് പോയാൽ അടുത്തതിൻ്റെ സെക്കൻഡ് റോയിലാണ് മേജർ ഒരു ഡിഫറൻസ് വന്നിരിക്കുന്നത്. സെക്കൻഡ് റോ സീറ്റ്സിൽ കാര്യമായ അപ്ഡേറ്റ്സ് നൽകിയിട്ടുണ്ട് ഹ്യുണ്ടായി എന്നുള്ളതാണ്. ഓക്കെ, ഇതിൻ്റെ അണ്ടർ തൈ സപ്പോർട്ടിൻ്റെ മൂവ്മെൻറ്റാണ്. ഞാൻ മാറിപ്പോയി, ഞാൻ ബാക്ക് ആൻഡ് ഫോർത്ത് ചെയ്യാനുള്ള സ്വിച്ചാണെന്ന് വിചാരിച്ച്. ആദ്യത്തെ അപ്ഡേറ്റ്, അണ്ടർ തൈ സപ്പോർട്ട് നമുക്ക് എക്സ്റ്റെൻഡ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഇപ്പോൾ സെക്കൻഡ് റോയിൽ നൽകിയിട്ടുണ്ട്. രണ്ടാമത്തെ അപ്ഡേറ്റ്, ഹെഡ് റെസ്റ്റുകൾ നല്ല കിഡിലൻ, നമ്മളെ ഫസ്റ്റ് ക്ലാസ് ഫ്ലൈറ്റുകളെ അനുസ്മരിപ്പിക്കുന്ന രീതിയിൽ, അല്ലെ വെൽഫെയറിനൊക്കെ അനുസ്മരിപ്പിക്കുന്ന രീതിയിലുള്ള കിഡിലൻ ഹെഡ് റെസ്റ്റുകളും കാര്യങ്ങളും ഈ വാഹനത്തിന് സെക്കൻഡ് റോയിൽ നൽകിയിട്ടുണ്ട്. അടുത്തൊരു അപ്ഡേറ്റ് എന്ന് പറയുന്നത് ഇതിനൊരു ബോസ് മോഡ് വന്നിട്ടുണ്ട്. ഇവിടെ സ്വിച്ചസും കാര്യങ്ങളും പ്ലാസ്റ്റിക്കിലായതുകൊണ്ട് നിങ്ങൾക്ക് കാണില്ല, ഞാൻ വലിച്ചൂരി കാണിക്കാം. ഈ സ്വിച്ചസിൽ നിൽക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ബാക്ക് ആൻഡ് ഫോർത്ത് ഇത് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. ഫ്രണ്ടിൽ ഒരാൾ ഇരിക്കാണ്ട് തന്നെ, മുന്നിലാരും ഇരിക്കില്ലെങ്കിലും നിങ്ങൾക്ക് പിന്നിലിരുന്ന് തന്നെ ഇത് അഡ്ജസ്റ്റ് ചെയ്യാൻ സാധിക്കും. അടുത്തൊരു മേജർ അപ്ഡേറ്റ് എന്ന് പറഞ്ഞാൽ ഇൻഡിവിജ്വൽ ആയിട്ടുള്ള ഹാൻഡ് റെസ്റ്റുകൾ ബാക്ക് റോയിലുള്ള സീറ്റ്സിനും വന്നിട്ടുണ്ട്. അതുകൊണ്ടുണ്ടായ മേജർ മെച്ചം എന്താണെന്ന് വെച്ചാൽ, മുൻപ് ഈ വാഹനത്തിൻ്റെ പിന്നിലേക്ക് കിടക്കണമെന്നുണ്ടെങ്കിൽ എങ്ങനെയായാലും സീറ്റ് നമുക്ക് മറിക്കണമായിരുന്നു. അതിൽ തന്നെ 6 സീറ്റർ വേരിയൻറ്റിൽ വന്നിരുന്ന ഒരു പ്രധാന പ്രശ്നം എന്ന് പറയുന്നത് നടുവിലൊരു മാസീവായിട്ടുള്ള ഒരു ഹാൻഡ് റെസ്റ്റ് വന്നിട്ടുണ്ടായിരുന്നു. അതുള്ളതുകൊണ്ട് തന്നെ തേർഡ് റോയിലേക്കുള്ള കയറ്റം ഇറക്കം എന്നുള്ളത് പറയുന്നത് സീറ്റ് മറിച്ചിട്ട് കയറാനും ഇറങ്ങാൻ പറ്റുള്ളായിരുന്നു. പിന്നെ കുറച്ച് ഒരു കൺജഷൻ ഫീൽ ചെയ്യായിരുന്നു. എന്നാൽ ഇപ്പോൾ ആ സെക്കൻഡ് റോയിലെ ആ ഒരു സെൻറ്റർ പിന്നെ ഹാൻഡ് റെസ്റ്റ് എടുത്ത് മാറ്റിയത് കൊണ്ട് തന്നെ ഇവിടെ ധാരാളം സ്പേസ് വന്നിട്ടുണ്ട്. ആൻഡ് ഇൻഡിവിജ്വൽ ആയിട്ടുള്ള ഹാൻഡ് റെസ്റ്റുകൾ വന്നിട്ടുണ്ട്. നമ്മൾ സെൻറ്ററിലുണ്ടായിരുന്ന ഹാൻഡ് റെസ്റ്റിലുണ്ടായിരുന്ന വയർലെസ് ചാർജറിൻ്റെ പൊസിഷൻ ഇങ്ങോട്ട് മാറിയിട്ടുണ്ട്. കൂടാതെ 2 സി ടൈപ്പ് ചാർജിങ്ങും കാര്യങ്ങളും വന്നിട്ടുണ്ട്. തേർഡ് റോയിലേക്ക് വരുന്ന സമയത്ത് ഞാൻ തേർഡ് റോയിലേക്ക് കയറാം. ഇപ്പോൾ കുറച്ചുകൂടി ഈസിയാണ് കയറാൻ. എൻ്റെ ഷൂ ഒന്ന് ചെറുതായിട്ട് കുടുങ്ങിയിട്ടുണ്ടായിരുന്നു. കയറാൻ ഈസി ആണെങ്കിൽ ഇരിക്കാൻ അത്ര ഈസി അല്ല, കുഴപ്പമില്ല. എന്നാലും തേർഡ് റോയിലും ബ്ലോവർ സ്പീഡും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ഇവിടെ ചാർജിങ്ങിനുള്ള ഓപ്ഷൻസും കാര്യങ്ങളും ഇവർ നൽകിയിട്ടുണ്ട്. തേർഡ് റോയിൽ ഇച്ചിരി കൺജഷൻ തന്നെയാണ്. അത് പഴയ അൽക്കസാറിൽ അങ്ങനെയൊക്കെ തന്നെയായിരുന്നു. എന്തായാലും തേർഡ് റോ നമുക്ക് കുട്ടികളെയും
ഒക്കെ ഉദ്ദേശിച്ചുള്ളതാണ്, അല്ലെങ്കിൽ സീറ്റ്സ് മറിച്ചിട്ട് ലഗേജ് ഇടാനുള്ളതാണ്. സോ ഇനി ഒന്ന് പിൻഭാഗത്തേക്ക് പോവാം. പിന്നിലേക്ക് വരുന്ന സമയത്ത് ക്രെറ്റയിൽ നിന്ന് ഡിഫറെൻ്റ് ആയിട്ട് ഒരു എലമെൻറ്റ്സും കാര്യങ്ങളൊക്കെ ഒരു ഇതെന്താ സിൽവർ കളറിലൊരു എലമെൻറ്റും കാര്യങ്ങളും വന്നിട്ടുണ്ട്. അതുപോലെ ബമ്പറിൻ്റെ ഡിസൈനും കാര്യങ്ങളും ഡിഫറൻസ് ഉണ്ട്. അൽക്കസാർ എന്നുള്ളൊരു ബാഡ്ജിങ് വന്നിട്ടുണ്ട്. ലൈറ്റ്സിൻ്റെ ഷേപ്പ് എന്ന് പറയുന്നത്, ലൈറ്റ്സിൻ്റെ ഡിസൈൻ എന്ന് പറയുന്നത് നമ്മളെ ക്രെറ്റയിൽ നിന്ന് ഡിഫറെൻ്റ് ആണ്. ഇത്രയാണ് ഇതിൻ്റെ വാക്ക് അറൗണ്ട് വീഡിയോയിൽ നമുക്ക് പറയാനുള്ളത്. ഇനി മറ്റൊരു കാര്യം, പ്രധാനപ്പെട്ട കാര്യം വിട്ടുപോയത് എന്ന് വെച്ചാൽ ഫ്രണ്ടിൽ എന്നിട്ട് പറഞ്ഞാൽ ഇതിൻ്റെ എൻജിൻ സൈഡിലാണ്. നമുക്ക് ഈ വാഹനം നിലവിൽ 2 എൻജിൻ ഓപ്ഷൻസിലും 3 ട്രാൻസ്മിഷൻ ഓപ്ഷൻസിലും അവൈലബിൾ ആണ്. പെട്രോളിലും ഡീസലിലും. പെട്രോളിൽ ഒരു 1.5 ലിറ്റർ ടർബോ പെട്രോൾ എഞ്ചിനും ഡീസലിൽ സെയിം ഒരു 1.5 ലിറ്റർ ടർബോ ഡീസൽ എഞ്ചിനാണ് ഈ വാഹനത്തിന് വന്നിരിക്കുന്നത്. രണ്ടിനും ഒരു 6 സ്പീഡ് മാനുവൽ ട്രാൻസ്മിഷൻ ഉണ്ട്. അതുപോലെ പെട്രോളിൽ നമുക്ക് വന്നിരിക്കുന്നത് ഒരു 7 സ്പീഡ് DCT ആണ്. അത്യാവശ്യം ഫാസ്റ്ററൊക്കെയാണ്. നമ്മളെ ക്രെറ്റ ടർബോയിലും അതുപോലെ ലൈനും ഒക്കെ വന്നിരിക്കുന്നത് സെയിം ഗിയർ ബോക്സും കാര്യങ്ങളൊക്കെയാണ്. ആൻഡ് ഡീസലിൽ വന്നിരിക്കുന്നത് ഒരു 6 സ്പീഡ് TC ആണ്, ടോർക്ക് കൺവേർട്ടർ. അത് അത്യാവശ്യം ഫ്യൂൽ എഫിഷ്യൻ്റ് ആണ്. കുറച്ച് റോക്ക് സോളിഡ് ആയിട്ടുള്ള ഒരു ഗിയർ ബോക്സും കാര്യങ്ങളൊക്കെയാണ്. ആൻഡ് ഈ വാഹനത്തിൻ്റെ ഫ്യൂൽ എഫിഷ്യൻസി എന്ന് പറയുന്നത് ഏകദേശം 17-18 കിലോമീറ്റർ മൈലേജിലൊക്കെയാണ് ഏകദേശം കാണിക്കാറുള്ളത്. ഒരു 20 കിലോമീറ്റേഴ്സിലൊക്കെ കാണിക്കാറുണ്ട്. നമ്മൾ ഇതിനു മുന്നേ അൽക്കസാർ യൂസ് ചെയ്തിട്ടുണ്ട്. ഓൾമോസ്റ്റ് ഒരു 25,000 കിലോമീറ്റേഴ്സ് വരെ അതിൻ്റെ ഒരു യൂസർ എക്സ്പീരിയൻസും കാര്യങ്ങളൊക്കെ നമുക്ക് അറിയാവുന്നതാണ്. അങ്ങനെ ആ ഒരു യൂസർ പോയിൻ്റ് ഓഫ് വ്യൂവിൽ നോക്കുന്ന സമയത്ത് അത്യാവശ്യം വേണ്ട അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ഇനി ലാസ്റ്റായിട്ട് ഏറ്റവും അവസാനമായിട്ടുള്ള ഒരു ഹുക്ക് ഞാൻ പറഞ്ഞുതരാം. ഈ വാഹനത്തിൻ്റെ ഡീസൽ വേരിയൻറ്റിൽ നിലവിൽ സൺറൂഫുകൾ അവൈലബിൾ അല്ല. പെട്രോളിൽ മാത്രമേ ഈ വാഹനത്തിന് സൺറൂഫുകൾ ഉണ്ടാവൂ എന്നാണ് നമുക്കറിയാൻ സാധിച്ചത്. അത് മറ്റൊരു റിവ്യൂവിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ല, കാരണം അത് കൂടുതൽ പേർക്ക് അറിയില്ല. അതിൻ്റെ കാരണം എന്തായിരിക്കും എന്നുള്ളത് നിങ്ങൾക്ക് അറിയാമെങ്കിൽ നിങ്ങൾക്കൊന്ന് ഗസ് ചെയ്യാൻ പറ്റുമെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. നമ്മളെ ഇതുവരെയുള്ള വീഡിയോസും കാര്യങ്ങളെല്ലാം നിങ്ങൾ കണ്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഈ വാഹനത്തിൻ്റെ ഒരു ഡ്രൈവ് റിവ്യൂ, ഫുൾ എക്സ്പീരിയൻസ് റിവ്യൂ തീർച്ചയായും നമ്മുടെ ചാനൽ ഉടനെ തന്നെ വരുന്നതായിരിക്കും. അതുവരെ സ്റ്റേ ട്യൂൺ വിത്ത് us. പിന്നെ ഡെയിലി അപ്ഡേറ്റ്സിനായിട്ട് നമ്മളെ ഇൻസ്റ്റാഗ്രാം പേജ് ഇപ്പോൾ തന്നെ ഒന്ന് ഫോളോ ചെയ്യാൻ ശ്രമിക്കാം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ദിസ് ഇസ് മീ അപ്പു ജോസഫ് സൈനിങ് ഓഫ് ഫ്രം ഗെറ്റ് മൈ വീൽ ഷോ പവർഡ് ബൈ ഫിയർ ഇൻഫെക്റ്റഡ് മീഡിയ.